എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പാലക്കാടായിരുന്നു. നമുക്ക് വളരെ ഇൻ ബർത്ത് നമ്മളൊരു കുറച്ച് ഓർമ്മ വെച്ചെന്നാൽ അല്ലെങ്കിൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ സിനിമയോടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. വളരെ ചെറുപ്പത്തിൽ ഞാൻ ചെന്നൈയിൽ, എൻ്റെ ഫാദർക്ക് ചെന്നൈയിലായിരുന്നു. സോ ചെന്നൈയിൽ പോയ സമയത്ത് അന്നൊരു ഷൂട്ടിംഗ് കാണാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ സമയത്തായിരുന്നു. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ ആ സമയത്തെ കാര്യങ്ങൾ നമ്മൾ സാധാരണ മറക്കാറാണ്. അത്രയും ഇംപ്രിന്റഡ് ആയിട്ട് കിടക്കും. അതെ 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 അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് അന്നൊരു വാഗിനി സ്റ്റുഡിയോ ആണെന്ന് തോന്നുന്നു, ചെന്നൈയിൽ വൺ ഓഫ് ദ ഫേമസ് ആ കാലത്ത്. അവിടെ എന്നെ കൊണ്ടുപോയായിരുന്നു ഫാമിലി. അപ്പോൾ അന്ന് എന്നെ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആ കാഴ്ച അറിയുന്നുണ്ട്. അപ്പം അന്നാണ് ആദ്യമായിട്ട് അന്നൊരു മിച്ചൽ ക്യാമറയായിരുന്നു, വെരി ബിഗ് ക്യാമറ, ഫസ്റ്റ് വൺ. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ റെട്ടിനയിൽ പതിഞ്ഞ ക്യാമറ വ്യൂ. പിന്നെ എനിക്ക് എന്തോ ഒരു ആ സിനിമ എന്ന ലോകത്തിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് വന്നു. അങ്ങനെ ഞാൻ ആദ്യം കാണുന്നൊരു തമിഴ് ഫിലിമായിരുന്നു ചെന്നൈയിൽ നിന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐ തിങ്ക് കിഴക്കേ പോകും റെയിൽ എന്ന ഫിലിമിൻ്റെ പേര്. അത് രാധിക മാഡത്തിൻ്റെ ഫസ്റ്റ് ഫിലിമായിരുന്നു. അപ്പം അതും എനിക്ക് ഓർമ്മയുണ്ട്. അത് കാണാൻ പോയതും അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു അത് ബ്ലഡിലുള്ളത് കൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ഞാൻ ഇവിടെ എത്തുമെന്ന് എനിക്കറിയില്ല, ഒരു DOP ആയിട്ട് വരും എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് ക്യാമറയോടല്ല താല്പര്യം, സിനിമയോടെയായിരുന്നു ഇൻട്രസ്റ്റ്. പിന്നെ ആ ട്രാവൽ അങ്ങനെ പോയി. പിന്നെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഡാൻസിങ്, കലയോട്, അത് ഒബ്വിയസ്ലി പാലക്കാട്ടുകാർക്കൊരു ബേസ് ഉണ്ടല്ലോ. അത് ചോദിക്കാൻ വരുമായിരുന്നു. പാലക്കാടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ഫാദർ പാടുമായിരുന്നു. ഫാദറിൻ്റെ വലിയൊരു ആംബിഷനായിരുന്നു ഞാനൊരു പോപ്പുലർ പൊസിഷനിൽ എത്തണം ആർട്ടിൽ. അപ്പോൾ എനിക്കതൊക്കെ ആയിരിക്കും അവരുടെ വിഷനും അവരുടെ ഒരു പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം മേ ബി ഞാൻ ഇവിടെ എത്തിയത്. റൈറ്റ്. അങ്ങനെ പാലക്കാട്ടിൽ ഈ സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സിനിമകളിൽ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ എനിക്ക് വിഷ്വലിന് ഐ തിങ്ക് ഒരു 8th സ്റ്റാൻഡേർഡ് എത്തുമ്പോഴാണ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്യാമറകൾ വെക്കുന്നത്, എന്ത് ക്യാമറ കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിനൊരു സർച്ചിങ് ആയിരുന്നു നമ്മൾ, അതിൻ്റെ പിന്നിലായിരുന്നു. എനിക്ക് തോന്നുന്നു ടില്ലൊരു 8th സ്റ്റാൻഡേർഡ് മുതൽ പിന്നെ എനിക്ക് മുഴുവൻ വിഷ്വലിലേക്കായിരുന്നു. അന്നത് എളുപ്പമല്ലല്ലോ, ഒരിക്കലും വീഡിയോ ഒന്നും ഇല്ലല്ലോ. നമ്മള് ഒരു ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാല് ഞാൻ ആ സിനിമ ഫുൾ കണ്ട് വീട്ടിലെ ഒത്തിരി റിലേറ്റീവ്സിൻ്റെ കുട്ടികൾ വരും എൻ്റെ കൂടെ ഇരുന്നിട്ട് കഥ കേൾക്കാനായിട്ട്. അത് ഞാൻ എങ്ങനെ കഥ പറയുന്നത് വിത്ത് മ്യൂസിക്കാണ് പറയുക. ഇപ്പോൾ തിയേറ്റർ വരുന്നു, കേർട്ടൻ പൊങ്ങുന്നു, അതിനൊരു മ്യൂസിക് കൊടുക്കും. അത് കഴിഞ്ഞ് എവറി ഷോട്ടുകൾ മേ ബി എനിക്ക് ഇപ്പോൾ പോലും ഇത് പറയാൻ പറ്റില്ല, അത്ര ബ്രെയിൻ പവറൊക്കെ ഡൗൺ ആയി. അന്ന് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഓരോ ഷോട്ടുകളും ഞാൻ പറയും. അപ്പോൾ അതെനിക്ക് എവിടെ നിന്ന് കിട്ടിയത് എനിക്കറിയില്ല, അത് ഇൻ ബെർത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ സിനിമ കണ്ടാൽ അവിടെ ഒരു 50 കുട്ടികൾക്ക് സിനിമ കണ്ട പോലെയാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ബാക്ക്. അപ്പോൾ അത് ഞാനിപ്പോൾ അത് റീതിങ്ക് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ മേ ബി സിനിമയിലേക്ക് വരാനുള്ള മെയിൻ കാര്യം.